ഈ പാകിസ്ഥാൻ എങ്ങനെ ഈ സീനിലെത്തി എന്നുള്ളതും അവർ തന്നെത്താനെ കയറി വരികയായിരുന്നല്ലോ അജയ്. അവർ ഈ സീനിലെത്തുന്നു, ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരെ തള്ളിപ്പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വിജയം എന്ന രീതിയിൽ ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. പാകിസ്ഥാൻ ഇടപെട്ടാണ് ഇത്തരമൊരു സംഗതി ഉണ്ടാക്കിയത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് സംശയിക്കേണ്ടത് ഈ പാകിസ്ഥാനെ ഇതിനകത്ത് ഇടപെടുത്തിയത് തന്നെ ട്രംപാണോ എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചർച്ചകൾക്ക് ഇടനിലക്കാരാക്കിയത് ട്രംപാണോ? കാരണം നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ട്രംപിൻ്റെ മുന്നിലെ ഒരു കളിപ്പാവയാണ്. അവർ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആയാലും അവിടുത്തെ സൈനിക മേധാവി ആയാലും ഒക്കെ ട്രംപ് പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ അമേരിക്കയുടെ സഹായത്തിലാണ്. അവിടെയാണ് ട്രംപിൻ്റെ കീഴടങ്ങലിന് പാകിസ്ഥാനെ ട്രംപ് ഒരു മീഡിയേറ്റർ ആക്കി എന്നുള്ള ചില വിവക്ഷകൾ കൂടി വരുന്നത്. തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യയിലാണെങ്കിലും പശ്ചിമേഷ്യയിലാണെങ്കിലും അമേരിക്കയുടെ പല ഇടപെടലുകൾക്കും മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. ഇപ്പോൾ മുൻപ് റഷ്യ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയ സമയത്താണെങ്കിലും അമേരിക്ക പാകിസ്ഥാന്റെ സഹായം തേടിയിരുന്നു. അതുപോലെ പിന്നീട് ഈ താലിബാന് നേരെയുള്ള നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ ഒരു ഇടത്താവളമാക്കിയിരുന്നു അമേരിക്ക. അതുപോലെ പല കാര്യങ്ങൾക്കും പാകിസ്ഥാനുമായിട്ട് മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾ അമേരിക്ക അത് ചരിത്രപരമായി തന്നെ ചെയ്തു വന്നിരുന്നതാണ്. അപ്പോൾ ഇറാനുമായി ഈ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്ക പാകിസ്ഥാൻ വഴി തന്നെയാണ് ഇറാനോട് ചില സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാൻ ആദ്യം ഇത് നിഷേധിക്കുകയായിരുന്നു. അതായത് ട്രംപ് ആദ്യം സൂചിപ്പിച്ചത് ചില പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നു എന്നതാണ് അമേരിക്ക പറഞ്ഞത്. എന്നാൽ ഇറാൻ ഇക്കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ഇത് ഒരു രാജ്യവും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇറാൻ നേരിട്ട് ഒരു ചർച്ചകളും നടത്തുന്നില്ല, തങ്ങളുടെ ചില സുഹൃത്ത് രാജ്യങ്ങൾ വഴി അമേരിക്ക ചില സന്ദേശങ്ങൾ അയക്കുക മാത്രമാണ് ചെയ്തത്, തങ്ങൾ ഇതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയത്. അപ്പോൾ ഇതിൽ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഒരു നേരിട്ടുള്ള ചർച്ചകൾക്ക് അവർക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ വെള്ളിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും ഒരു ദൂതനായിട്ടാണ് പാകിസ്ഥാൻ ഇവിടെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാനാകും. അതായത് ഇപ്പോൾ ആ കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ നിലവിൽ അവർ ഒരു വിജയം കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഇതിൽ പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ ചില സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ പോലെ ഉള്ള സാഹചര്യമല്ല പാകിസ്ഥാനിൽ ഈ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി, അതുപോലെ ഈ മറ്റ് ഈ പാചകവാതക പ്രതിസന്ധി, ഇതെല്ലാം പാകിസ്ഥാനുള്ളിൽ വന്നപ്പോൾ അവർ കടുത്ത നടപടികൾ തന്നെ സ്വീകരിച്ചിരുന്നു. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു, സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അത് നിയന്ത്രിക്കുന്നു. അതുമാത്രമല്ല എല്ലാ ജീവനക്കാരും പഞ്ചാബ് പ്രവിശ്യയിൽ തന്നെ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് എല്ലാ ആളുകളും ഈ സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യണം, ഇങ്ങനെ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി നിയന്ത്രിക്കണം എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. പെട്രോൾ വില ഏതാണ്ട് 50% വർദ്ധിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രതിസന്ധി രാജ്യത്തിനകത്ത് ഉണ്ടായാൽ അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആശങ്ക പാകിസ്ഥാനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും വേഗം പറഞ്ഞു തീർത്ത് ഇതിനൊരു പരിഹാരം കണ്ടാൽ മാത്രമേ, ഹോർമുസ് തുറന്നാൽ മാത്രമേ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ നിറവേറി പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമ്മർദ്ദം കൂടി അവർക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അതാണ് സാഹചര്യം. ഒപ്പം അജയ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. അതിലേറ്റവും പ്രധാനം, നമുക്കറിയാം അമേരിക്ക എന്തിനാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ളത്. ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തണമെന്നുള്ള ആവശ്യമായിരുന്നു. പക്ഷേ അത് തുടരുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഉപരോധങ്ങൾ അമേരിക്ക ഇറാനെതിരെ ലോകരാജ്യങ്ങളുണ്ടാക്കിയ ഉപരോധങ്ങൾ നിരവധിയുണ്ട്. അത് പൂർണ്ണമായും മാറ്റണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതും അമേരിക്ക സമ്മതിച്ചു എന്ന് വേണം കരുതാൻ. ഒപ്പം ഹോർമുസിന്റെ നിയന്ത്രണം അത് തങ്ങൾക്ക് നൽകണം, തങ്ങളാകും നിയന്ത്രിക്കുക എന്ന് ട്രംപ് പലപ്പോഴും വീരവാദം അടിക്കാറുണ്ടായിരുന്നു. അത് പക്ഷേ ഹോർമുസ് ഞങ്ങളുടെ സേനയായിരിക്കും തുറക്കുക, ഞങ്ങളുടെ സേന നിയന്ത്രിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. ഒപ്പം ആ മേഖലയിൽ നിന്ന് അമേരിക്ക സേന പൂർണ്ണമായും പിന്മാറണം. തങ്ങൾക്ക് നേരെയും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയും ഇപ്പോൾ ലെബനോൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണം പൂർണ്ണമായും അമേരിക്കയും സഖ്യകക്ഷികളും നിർത്തണമെന്നാണ്. അതും അംഗീകരിച്ചു എന്ന് കരുതണം. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത് അജയ്? നമുക്ക് ആ ഗ്രാഫിക് കാർഡിലൂടെ വളരെ കൃത്യമായി അതൊന്ന് കാണിക്കാം. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും, അതായത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളുമുണ്ട്. ഇവ പല കാര്യങ്ങളും പരസ്പരം ഒരു കോൺട്രഡിക്ടറി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ തന്നെ നോക്കാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, അതുമാത്രമല്ല മേഖലയിലുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുക. ഇത് ഈ ഒരു രണ്ടാമത്തെ പോയിന്റിലൂടെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കില്ല എന്നുള്ള കാര്യം ഇറാൻ വ്യക്തമാക്കിയത്. ഇറാനെ
ആക്രമിക്കാൻ പാടില്ല, ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല. അതുപോലെ ഭാവിയിലും ഇറാനിലേക്ക് ഒരു തരത്തിലും ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നവർ എടുത്തു പറയുന്നുണ്ട്. US-ന്റെ ഇറാന് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഇത് വർഷങ്ങളായി തന്നെ ഇറാൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലാണെങ്കിലും പാചകവാതകത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് എല്ലാവിധ വസ്തുക്കളുടെ ഇറക്കുമതിയുടെ കാര്യത്തിലാണെങ്കിലും US-ന്റെ വലിയ ഉപരോധം ഇറാന് മേൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കാരണം ഇന്ത്യ പോലും ഇറാനിൽ നിന്ന് മുൻപ് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിരുന്നത് പിന്നീട് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു പോയിന്റാണ്. അതുമാത്രമല്ല US സൈന്യത്തെ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുക എന്നുള്ളൊരാവശ്യം ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഒരു വലിയ കോൺട്രഡിക്ഷനാണ് ഈ ചർച്ചകളിലുള്ള. അതായത് ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കുക, അതും യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം അമേരിക്കയുടെ ആവശ്യത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഈ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഈ ഒരു ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രം പൂർണ്ണമായിട്ടും തുറക്കും. അതുപോലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളും നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടുള്ളത്, ഇറാൻ തന്നെയാണ് നിലവിലത് നിയന്ത്രിച്ചു വരുന്നതും. അതുപോലെ യുദ്ധത്തിൽ ഇറാനുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണുക, എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും നൽകുക, ഈ ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവസാനത്തെ വ്യവസ്ഥ, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന അവസാനത്തെ വ്യവസ്ഥ അമേരിക്കയുടെ വ്യവസ്ഥയുമായി ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉള്ളതാണ്. അതായത് വ്യവസ്ഥകൾ സമ്മതമാണെങ്കിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെയല്ല നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടാണ് ഈ വ്യവസ്ഥകളിലെ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഇറാൻ ആദ്യം പറഞ്ഞത് വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് ശേഷം വെടിനിർത്തലാകാമെന്നുള്ളതാണ്. ഇതിൽ അമേരിക്കയ്ക്ക് ഒരു നയതന്ത്ര വിജയം ഇതിൽ ലഭിച്ചിട്ടുള്ളത് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അമേരിക്കയുടെ വ്യവസ്ഥകൾ നമുക്ക് നോക്കാം. ഇതിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വ്യവസ്ഥ തന്നെ ഇറാൻ നിലവിൽ അംഗീകരിച്ചിട്ടുള്ള ഇറാന്റെ വ്യവസ്ഥകളിൽ നിന്നുള്ള കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുക, ഇറാനിൽ ഉള്ള യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുക. ഏതാണ്ട് 400 പൗണ്ടിലധികം യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ട് എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണം എന്നൊരു കാര്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഒരു കാര്യം, ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നും US പറയുന്നു. അതായത് ഇപ്പോഴെന്നല്ല ഭാവിയിലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ഇനി അടുത്ത US-ന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ US-നെയും അവരുടെ മറ്റ് സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല. അതായത് പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. അതുപോലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കണം. അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പ്, ഹൂതികൾ തുടങ്ങിയിട്ടുള്ള സായുധ സംഘങ്ങൾക്ക് ഉള്ള ഒരു ധനസഹായങ്ങൾ, ആയുധ വിതരണം, ഇതെല്ലാം ഇറാൻ അവസാനിപ്പിക്കണം എന്നൊരാവശ്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കരുത്, എന്നാൽ നിലവിൽ അത് ഇറാൻ നിയന്ത്രിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇക്കാര്യത്തിലും ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക. മറ്റ് ഗൾഫ് നാടുകളിലും സംഘർഷം നടത്താൻ പാടില്ല. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കുക. നിലവിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ വർഷം ഉൾപ്പെടെ നടത്തുന്നുണ്ട്, അത് അവസാനിപ്പിക്കുക എന്നൊരാവശ്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ സമീപ രാഷ്ട്രങ്ങളുടെ ഒരു പരമാധികാരം അംഗീകരിക്കുക. പിന്നെ അടിയന്തരമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുക. ഇത് ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്ക പറഞ്ഞു, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അമേരിക്ക പറഞ്ഞത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ട് ചർച്ചകൾ തുടങ്ങണമെന്നാണ്. നിലവിൽ അമേരിക്കയുടെ ഈ ആവശ്യം അംഗീകരിച്ചാണ് ഈ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.